ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇന്ന് പെട്ടെന്ന് ഇരുന്നപ്പോൾ ഒരു വീഡിയോ കൂടെ എടുക്കാൻ തോന്നി. അപ്പോൾ നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുവാണ്. ലെറ്റ്സ് യൂട്യൂബ് വീഡിയോ എടുക്കുക. ഡേ ഇൻ മൈ ലൈഫ് എടുക്കുക. ഡേ ഇൻ മൈ ലൈഫ് വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. പെട്ടെന്ന് ക്വസ്റ്റ്യൻ യൂട്യൂബ് വീഡിയോ എടുക്കുന്ന പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പുതിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. സ്റ്റാക്ഡ് പാൻ കേക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങോട്ട് പോവാണ്. ആദ്യമായിട്ട് പോവാണ്. അതുകൊണ്ട് ലൊക്കേഷൻ ഞാനൊന്ന് ഡൗട്ട്ഫുൾ ആണ്. അപ്പോൾ ഇന്ന് വലിയ പരിപാടികളൊന്നുമില്ല. നമ്മൾ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പ്ലേസിൽ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ എവറി സാറ്റർഡേ ഒരു ഫാമേഴ്സ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഓർഗാനിക് എഗ്സും മീറ്റും ഒക്കെ കിട്ടും. അപ്പോൾ അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോകണം, എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാം. പിന്നെ വേറെ വലിയ പരിപാടി ഒന്നുമില്ല. ഈവനിങ് ഞങ്ങൾ ഇവിടെ ഫ്രണ്ട്സ് ഗേൾസ് എല്ലാവരും കൂടെ ജസ്റ്റ് ഒന്ന് കൂടുന്നുണ്ട്. അത്രയൊക്കെ പരിപാടികളുള്ളൂ, വേറെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പം നമുക്ക് ഒരുമിച്ച് ഇങ്ങോട്ട് പോവാം. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലേസ്. നമുക്ക് അവിടെ പാർക്കിംഗ് കിട്ടാത്തതുകൊണ്ട് നല്ല തിരക്കാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ച് വേറെ എവിടെയെങ്കിലും പാർക്കിംഗ് കിട്ടുമോ നോക്കാൻ പോകും. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഇടാം. നമ്മുടെ കാനഡ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം എല്ലായിടത്തും കാണും. കാനബീസ് സുലഭമാണ് ഗൈസ്. പക്ഷെ ഇതാണ് നമ്മുടെ സ്ഥലം. ഇവിടെ അത്യാവശ്യം തിരക്കുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് രണ്ടുപേർ വരാൻ വേണ്ടി, ഒരു കപ്പിളും കൂടെ ഉണ്ട്. അവർ ഷൈൻ ചേട്ടനും ആതിര ചേച്ചി അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാം. ആതിര ചേച്ചി ഈസ് ഡ്രൈവിങ്. ഓ, അങ്ങോട്ട് പോവാണോ? ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ടായിരുന്നു, ഇവിടെ കിട്ടാൻ മതിയായിരുന്നു. അവസാനം വെയിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറുവാണ്. വിശന്ന് പൊരിഞ്ഞ് റെസ്റ്റോറന്റ് കയറിയിരിക്കുകയാണ്. പുതിയ റെസ്റ്റോറന്റ് ആണ്. പുതിയ മെനു ഒക്കെയാണ്. ഓർഡർ ചെയ്ത ഒരു ക്യാപ്പച്ചീനോ ആണ്. എനിക്കിതാ ഇഷ്ടപ്പെട്ടു. ഇത് ചായച്ചില്ലാതെ നാട്ടിലത്തെ ചായക്കട കിട്ടുന്നവരുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെടാത്ത, എനിക്ക് മറ്റേ കപ്പ് മതിയായിരുന്നു. രണ്ട് സ്ത്രീജനങ്ങൾ കാപ്പി ഇടിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ചായ ബ്ലാക്ക് കോഫി. മിക്സ് ചെയ്യാമായിരുന്നു എന്ന് എനിക്കറിയില്ല. നാട്ടിൽ കട്ടൻ ചായ കുടിച്ചോണ്ടിരുന്ന ആളൊക്കെ ഇവിടെ വന്ന് ചായച്ചി ലാച്ചയാണ് കുടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇവിടുത്തെ ഫാമേഴ്സ് മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഫാമേഴ്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽ ഫാമേഴ്സ് എല്ലാം, അവരുടെ പ്രൊഡ്യൂസേഴ്സ് എല്ലാം വീക്ക്ലി വൺസ് വന്ന്, യൂഷ്വലി സാറ്റർഡേയ്സ് ആണ് വന്ന് ഇവിടെ ഇങ്ങനെ വിൽക്കും. യൂഷ്വലി ഒരു 3 to 4 hours ആണ് അവർ അവിടെ ഉണ്ടാകുക. എല്ലാവരും ഒത്തിരി പേര് വന്ന് വാങ്ങിക്കുക. ആദ്യമേ പോയി നല്ല സാധനങ്ങൾ കിട്ടില്ല. യൂഷ്വലി ഓർഗാനിക് ആയിട്ടുള്ള എഗ്സ്, ഹണി, ജാം, മീറ്റ്, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ മീറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീറ്റ് കിട്ടും ഇവിടുന്ന്. മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ ആകെ മേടിച്ച സാധനം എന്താണ്, ട്രിപ്പിൾ ബെറി ജാം, ഹോം മെയ്ഡ് ജാം ആണ്. നമ്മൾ ശരിക്കും വെച്ചാൽ 9 മണി തൊട്ട് 12 PM വരെയാണ് ഫാമേഴ്സ് മാർക്കറ്റ്. നമ്മൾ ചെന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ നമ്മുടെ മെയിൻ പ്ലാൻ എന്ന് വെച്ചാൽ കുറച്ച് ഓർഗാനിക് എഗ്സും ഓർഗാനിക് ചിക്കനൊക്കെ മേടിക്കാനായിരുന്നു. എല്ലാം സോൾഡ് ഔട്ട് ആയി. അപ്പോൾ നമ്മൾ ആകെ ജാം മേടിച്ച് വീട്ടിൽ പോകണം. നെക്സ്റ്റ് വീക്ക് നമുക്ക് നെക്സ്റ്റ് കാര്യങ്ങൾ, ബാക്കി കാര്യങ്ങൾ മേടിക്കാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ പോകാം. ബൈ. എന്നതാണ് പോയിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എത്ര നേരം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇറക്കി വിടാം കേട്ടോ, ഇറക്കി വിടാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എൻ്റെ ക്ലീനിങ്ങും അല്ലറ ചില്ലറ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഞാൻ പോയി റെഡിയായി പോവും. 4 മണിയാകുമ്പോൾ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് മീറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി റെഡിയായി പോവുകയാണ്. പതിയെ ലഞ്ചൊക്കെ കഴിച്ച് ബാക്കി പുല്ല് വെട്ടിക്കഴിഞ്ഞ് ഉള്ളിൽ കയറിക്കോളുക.
ഹലോ, അപ്പോൾ ഞാൻ തിരിച്ചെത്തി, റെഡിയായി, കുറച്ച് പുട്ടിയൊക്കെ ഇട്ട്. ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ആദ്യം പിക്നിക്കിന് പോകും, പിന്നെ ഫുഡ് കഴിക്കാൻ പോകും, പിന്നെ ചുമ്മാ രാത്രി കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കും. അതാണ് പ്ലാൻ. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ആദർശൊരു വീട്ടിൽ പോയിട്ട് നമ്മളെല്ലാവരും കൂടെ ഒറ്റ വണ്ടിക്ക് പോകാനാണ് പ്ലാൻ. അപ്പോൾ അത്രയ്ക്കുള്ളൂ. അപ്പോൾ പോകുന്ന വഴിക്കാണ്. ബ്ലോക്കാണ്, ബ്ലോക്ക്. ഇവിടെ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ടാണ് കുറച്ച് താമസം. ഓക്കെ, സ്റ്റിൽ ബ്ലോക്കാണ് ഗൈസ്, സ്റ്റിൽ ബ്ലോക്കാണ്. ഇങ്ങനെ പോസ്റ്റായിട്ടിരിക്കുകയാണ്. ഇവിടെ അടുത്ത് കണ്ട് ഇങ്ങനെ ഒരു ഫാം ഏരിയ ഉണ്ട്. ഫാം അല്ല, അത് റിസോർട്ടിൻ്റെ ഇവിടെ അടുത്തൊരു ചെറിയ റിസോർട്ടുണ്ട്, അതിൻ്റെ ഒരു ഭാഗമാണ്. അവിടെ പശുക്കളെയൊക്കെ ഇങ്ങനെ ഇറക്കി, പശുക്കളല്ല ബാക്കി ആനിമൽസ് എല്ലാം ഇങ്ങനെ ഇറക്കി വരണം കാണാം. വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ അത് തീരുമായിരിക്കും. പിന്നെ നമുക്കൊരു 2 minutes അവിടെ ഉള്ളൂ അവിടെ ആതിരേശ്വരി വീട്ടിലേക്ക് എത്താൻ. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് പോകാം. കുറേ നേരം ഞാൻ പോകാമെന്ന് പറയണം, ഇതുവരെ പോയിട്ടില്ല. ഓക്കെ, ശരി, വെറുപ്പിക്കുന്നില്ല. ബൈ. ഇതിലെ ഏറ്റവും യങ് ഞാനാണ്. എന്താ പിടിക്കുക? നിങ്ങൾ വേണ്ട, ഞാൻ കുറെ എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പൈസക്ക് വേണ്ടിയുള്ള അടിയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ എന്താ ഇനി ചെയ്യാൻ പോണേന്ന് പറ. ചേച്ചിയുടെ സംഭവത്തിന്റെ പേരെന്താ ശരിക്കും? അല്ല, ഇതിന് ഒറ്റ പേരില്ല നിങ്ങളെ. അപ്പൊ നമ്മൾ പോട്ട് വരച്ചിട്ട് അതിന്റെ മുകളില് ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ കഴിവുള്ളവരുടെ ഫ്ലവർ അല്ലേ, ഫ്ലവേഴ്സ് ഒക്കെ കാണിച്ചല്ലേ, ഒളിപ്പിച്ച് വെക്കല്ലേ. ഗൈസ് എല്ലാരും കാണിച്ചേ. This is mine. This is Annie's. Adrechi's. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. അപ്പൊ നമ്മള് ഇന്നത്തെ പിക്നിക് സൂപ്പർ പിക്നിക് ആയിരുന്നു. ഇനി നമ്മൾ എന്താണ്, നമ്മൾ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കി. ഇനി നമ്മൾ ഡയറക്റ്റ് പോകുന്ന അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ. അപ്പം നമ്മൾ പ്ലാൻ ചെയ്തത് റൂഫ് ടോപ്പ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടെ നമുക്ക് അവരൊന്നും ഓപ്പൺ അല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ വേറെ ഒരു ചെറിയൊരു ഒരു ഔട്ട്ഡോർ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് വന്നേക്കാം. അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചപ്പോൾ വണ്ടിയിൽ കയറി തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് ഇപ്പൊ നമ്മള് വീട്ടിൽ എല്ലാവരും കൂടെ കൂടി ജസ്റ്റ് ഒന്ന് ചിൽ നൈറ്റ് പോലെയാണ്, ഒരു മൂവി നൈറ്റ് പോലെ ഞങ്ങൾ കൂടാനാണ് പ്ലാൻ. പക്ഷെ അത്രയും വീഡിയോ കാണിച്ചാല് ഭയങ്കര ബോറായിരിക്കും. ഓൾറെഡി നല്ല ലോങ് വീഡിയോ ആയിരിക്കും ഇത്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ ഗൈസ്.